ഇന്ന് നമ്മളെ ടോപ്പിക്ക് രാമായണം. എന്തിനാണ് കർക്കിടക മാസം രാമായണം വായിക്കുന്നത്? അതിനെക്കുറിച്ച് നിനക്കറിയാം എന്ന് പറ. എനിക്കറിയില്ല, എല്ലാവരും വായിക്കുന്നത് കാണുന്നുണ്ട്. അപ്പം ഞാനും വായിക്കുന്നുണ്ട്. എന്തിനാ വായിക്കുന്നതെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്നാലും അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട്. പിന്നെ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ വറുതിക്കാലം. ഇന്ന് അന്നേരം കോരിച്ചൊരിയുന്ന മഴയും പിന്നെ കാക്കം കണ്ണൂർക്കാതെ മഴ എന്നാ പറയാ. അങ്ങനെയില്ല, മഴയായിരിക്കും. അപ്പൊ ഭക്ഷണത്തിനാണെങ്കിൽ പഞ്ഞ മാസമാണ്. ഭക്ഷണത്തിനാണെങ്കിലൊന്നും ഉണ്ടാവില്ല. കുറേ മക്കള്, ഒരു വീട്ടില് കുറേ മക്കളും അച്ഛനും അമ്മയും. ഭയങ്കര പഞ്ഞ മാസം തന്നെ, കൂട്ടുകുടുംബം. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അണുകുടുംബം. ഒരച്ഛനും അമ്മയും, ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി. അത് മക്കളെ ജോലിയായി പുറത്തോട്ട് പോയി അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ടു, അവര് വേറെ, അച്ഛനും അമ്മയും ഒറ്റക്കായി. ഇന്നത്തെ അവസ്ഥ അതാണ് എല്ലാ വീട്ടിലും. അപ്പൊ അന്നത്തെ കാലത്ത് രാമായണം വായിക്കുന്ന ഒരു രസമാണ്. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ടിട്ട് പോകുമ്പോ ഞങ്ങള് സ്കൂളിലൊക്കെ ഏകദേശം സ്കൂളിൽ വന്ന് പോകുന്ന സമയത്ത് ഒരു പറമ്പന്റെ അടുത്ത് ഒരു അച്ചപ്പനുണ്ട്. ആ അച്ചപ്പൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് രാമായണം ഇരുന്ന് വായിക്കുന്നുണ്ടാവും. അങ്ങനെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ അച്ഛനും ഉണ്ടാവും വായിക്കുന്നു. അപ്പൊ ചോദിക്കുമ്പം പറയും, ഇത് കർക്കിടക മാസല്ലേ രാമായണെല്ലാം വായിക്കുന്നു. വിശപ്പൊന്നും അറിയൂല, ഇത് വായിക്കുമ്പോ ഇതും കേട്ട് കുറെ മക്കളെല്ലാം ഇങ്ങനെ കുത്തിയിരിക്കും. നമ്മളെല്ലാം അങ്ങനെയാ ധരിച്ചിരുന്നത്. പക്ഷെ അതല്ല, രാമായണം എന്ന് പറഞ്ഞാൽ അന്ന് കർക്കിടക മാസം ഇല്ലേ ജ്യേഷ്ഠകളെല്ലാം കയറി വരുന്ന സമയം എന്നാ പറയാം. അപ്പം അടിച്ച് തെളിച്ച് ശുദ്ധിയാക്കി, വീടും പുറവും എല്ലാം അടിച്ച് തെളിച്ച് ശുദ്ധിയാക്കി വിളക്കം കത്തിച്ച് വെച്ച് രാമായണം 4 മണിയാവുമ്പം രാമായണം വായിച്ച്, അപ്പോൾ ഉള്ളിലില്ലേ പിന്നെ അശുദ്ധികളെല്ലാം പുറത്തോട്ട് ചീപോതിന്ന എന്തോ പറയാനുണ്ട്, അതെല്ലാം പുറത്തോട്ട് പോവുക. നല്ലത് ഉള്ളിലേക്കാവുക. അതാണ്. അന്നേരം അച്ഛൻ പറയും, ഇത് രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമ്മുടെ ഉള്ളിലുള്ള കറുപ്പുകൾ മുഴുവൻ, ഇരുട്ട് മുഴുവൻ അകറ്റിയിട്ട് നല്ലത് മാത്രം, നല്ല എനർജികൾ ഉള്ളിലോട്ട് എടുക്കുന്നതാണെന്നാണ് അന്ന് നമുക്ക് പറഞ്ഞു തന്നെ. അപ്പോൾ അതേപോലെ ഇന്നും നമ്മൾ ആ രാമായണം എപ്പോഴും വായിക്കുകയും ആചരിക്കുകയും എല്ലാം ചെയ്യും. അതിൻ്റെ അകത്ത് പിന്നെ രാമൻ്റെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, പിന്നെ പ്രജകളെ നോക്കേണ്ടത്, പിന്നെ ഒരു ജ്യേഷ്ഠൻ എങ്ങനെ പിന്നെ സഹോദരങ്ങളെ സംരക്ഷിക്കണം, ഒരു ഭാര്യനെ എങ്ങനെ സംരക്ഷിക്കണം, പിന്നെ അച്ഛനെ അമ്മേനെ എങ്ങനെ നോക്കണം, രാമായണത്തിന്റെ അകത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. രാമായണത്തിൽ ഇല്ലാത്തതൊന്നുമില്ല. അപ്പൊ രാമായണം വായിച്ചു കഴിഞ്ഞാല് നല്ല നല്ല അറിവുകൾ വരും. ഇന്നത്തെ കുട്ടികൾ ഇതൊന്നും വായിക്കാതെ കൊണ്ടാണ് ഈ മയക്കുമരുന്നിന്റെയും മറ്റേ ഇതിന്റെയും എല്ലാം അടിമയായിട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ കുറച്ച് വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് കുറച്ച് വരുന്നുണ്ട്. പണ്ട് നല്ലതുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇതേപോലെ ഇല്ല, അക്രമങ്ങളൊന്നും ഇല്ല. ഇന്നിപ്പം കണ്ടില്ലേ കുട്ടികള് പിന്നെ എനിക്ക് എന്നെ ഇഷ്ടമാണോ, എനിക്ക് ഇഷ്ടമല്ല, അപ്പം അതിൻ്റെ ഒക്കെ എടുത്തിറക്കും, കോയിനെ ഇറക്കും പോലെ. ഇന്നൊക്കെ പേപ്പറിൽ കണ്ടതാ, ഇന്നത്തെ വാർത്തയിലൊക്കെ ഇല്ലേ വാർത്തയായിരുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇന്നത്തെ കുട്ടികൾ അറിയുന്നില്ല. മൊബൈലിൻ്റെ അകത്ത് മാത്രം എൻ്റെ ജീവിതമായി. അച്ഛനെ അമ്മേനെ അറിയുന്നില്ല, ബഹുമാനിക്കാൻ അറിയില്ല. ഇതെല്ലാം അറിയണ്ടെങ്കില് ഇതെല്ലാം ആദ്യമേ കുട്ടികളെ പഠിപ്പിക്കുകയോ ആക്കും. അതിനെന്ത് വേണം വിചാരിച്ചു കഴിഞ്ഞാല് സീരിയലും തുറന്നു വെച്ചാൽ ഇരിക്കാതെ. ന്യൂസ് കണ്ടില്ല, ഒരു ടീച്ചർ പിന്നെ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗം. പിന്നെ അത് മാത്രല്ല, ഇന്ന് വേറെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലായിരുന്ന ഒരു കുട്ടി, നമ്മുടെ അടുത്തുള്ള സ്കൂളില് 2ാം ക്ലാസ്സിലായിരുന്ന ഒരു കുട്ടി പിന്നെ HM പോയിട്ട് പറഞ്ഞു, മക്കളെ പിന്നെ ഭക്ഷണമൊന്നും താഴത്ത് വീഴാണ്ട് വേറാണ്ട് കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതും പറഞ്ഞ് HM ഇങ്ങനെ ശ്രദ്ധിച്ച് നടക്കുവാന്ന്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് HM എന്ത് പണിയെടുത്തു, 2ാം ക്ലാസ്സിലെയോ 1ാം ക്ലാസ്സിലെ കുട്ടിയാണെന്നൊന്നും അറിയില്ല. ആ കുട്ടി